ഹലോ ഗൈസ്, ദിസ് ഈസ് ജെയ്സൺ. വെൽക്കം ടു മല്ലു സ്റ്റോറി ടെല്ലർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദ ഗോൾഡൻ ഗേൾ, പയ്യോളി എക്സ്പ്രസ്, ഇങ്ങനെ വിവിധ പേരുകൾ അറിയപ്പെടുന്ന ദ ക്യൂൻ ഓഫ് ഇന്ത്യൻ ഫീൽഡ് ആൻഡ് ട്രാക്ക്, നമ്മുടെ സ്വന്തം മലയാളികളുടെ അഭിമാനമായ PT ഉഷ. PT ഉഷ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അവരോട് കൂടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ഓടാൻ ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടി എന്ന് പറയുന്നത് ആ ഡിസ്ട്രിക്റ്റിലെ ഓട്ടത്തിൽ ചാമ്പ്യൻ ആയിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും ഓടിയപ്പോൾ ജയിച്ചത് കുഞ്ഞ് PT ഉഷയായിരുന്നു. 1980, അതായത് തന്റെ 16ാം വയസ്സിൽ PT ഉഷ ഒളിമ്പിക്സ് യോഗ്യത നേടി. ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അത്ലറ്റ് എന്ന റെക്കോർഡ് ഇപ്പോഴും PT ഉഷയുടെ പേരിൽ സ്വന്തമാണ്. പക്ഷേ ഇന്ത്യക്കാരുടെയും ലോകത്തിന്റെയും മനസ്സിൽ ഉഷ എന്ന വ്യക്തി നിറഞ്ഞു നിൽക്കുന്നത് 1984 400 മീറ്റർ ഹഡിൽസിന്റെ ഫൈനലിന്റെ പേരിലാണ്. അന്ന് ആ ഫൈനലിൽ 100th of a second, അതായത് ഒരു സെക്കൻഡിന്റെ 100ൽ1 സമയത്തിനാണ് ഉഷയ്ക്ക് തന്റെ വെങ്കല മെഡൽ നഷ്ടമായത്. സമയത്തിന്റെ വില ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത നിമിഷം. ഇന്ന് PT ഉഷയുടെ ഷെൽഫി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ മെഡലുകളും കാണാൻ കഴിയും, ഒളിമ്പിക്സ് മെഡൽ ഒഴിച്ച്. ആ ഒരു സെക്കൻഡിന്റെ 100ൽ1 സമയം കൊണ്ട് ഒരു വെങ്കല മെഡൽ നഷ്ടമായി. അത് എത്രത്തോളം വേദനാജനകമാണെന്ന് PT ഉഷയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. So she's basically running at home and representing Jamaica. PT Usha is a lady that some people think could win this race. From India, lane 8 in decent shape. Here comes Scugla now making her move, but it's El Mout Wakil who has the lead as they begin to straighten out. Nawal El Mout Wakil in lane 3 is out in front. Scugla is second. Brown is 5th at the moment. El Mout Wakil with one more hurdle to go. She chopped her stride but still has plenty left, and she's going to win it. And here comes Brown up on the outside to take the silver medal. And the race is never over until you cross the finish line. Not looking at anyone, she's just giving it all she has. And this is what it takes to win a medal at the Olympic Games. Look at that battle for third. It's clear that Brown wins the silver, and then we suspected that the Romanian, and when we look at the replay, I'll stick by that in lane 3, at least for the moment I will. In lane 2, Kojikaru. തുടർന്ന് 1988 നടന്ന ഒളിമ്പിക്സിൽ പരിക്ക് മൂലം ആദ്യ റൗണ്ടിൽ തന്നെ PT ഉഷ പുറത്തായി. ഇതേ തുടർന്ന് വീടിന് മുന്നിൽ കല്ലേറും തെറിവിളിയുമെല്ലാം പതിവ് പോലെ ഉണ്ടായി. തുടർന്ന് 5 മാസത്തിന് ശേഷം PT ഉഷ ട്രാക്കിലേക്ക് തിരിച്ചെത്തി. 1989 നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ PT ഉഷ ആരാണ് എന്ന് വേൾഡിന് തിരിച്ചറിയത്തക്കവണ്ണം ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. 6 ഐറ്റങ്ങളിൽ പങ്കെടുത്ത അവർക്ക് 4 ഗോൾഡും 2 സിൽവറുമാണ് ലഭിച്ചത്. 1976 മുതൽ 2000 വരെയുള്ള കാലയളവിൽ അവർ നേടിയത് 101 ഇന്റർനാഷണൽ മെഡലുകളാണ്. ഇന്നും അവരുടെ മനസ്സിൽ തിങ്ങുന്ന ഒരു ദുഃഖം എന്ന് പറയുന്നത് 1984 നഷ്ടപ്പെട്ട ആ 100ൽ1 സെക്കൻഡിന്റെ സമയം കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു മെഡലിനെ ഓർത്താണ്. ഈ കഥയിൽ നിന്നും നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 1, സമയത്തിന്റെ വില. 2, കല്ലെറിഞ്ഞവരെ കൊണ്ട് കൈയടിപ്പിക്കാനുള്ള കഴിവ്. പിന്നീട് പല ഇന്റർവ്യൂകളിലും PT ഉഷ പറഞ്ഞിട്ടുണ്ട്, ആ സമയം താനൊന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വെങ്കല മെഡൽ നേടാൻ കഴിഞ്ഞേനെ എന്ന്. പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ. നാം എന്നും എത്രത്തോളം സമയം വെറുതെ വേസ്റ്റാക്കുന്നു ആലോചിക്കുക. അപ്പോൾ ഒരു സെക്കൻഡിന്റെ വില എത്രമാത്രമാണ് എന്ന് PT ഉഷ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കാനുള്ള കഴിവ്, അത് പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ.